അലർജി കഞ്ചങ്ക്റ്റിവിറ്റിസ് ഈ കാലഘട്ടത്തിൽ വരുന്നതാണ്, ഈ സീസണിൽ വരാറുള്ളതാണ്. സീസണൽ അലർജി കഞ്ചങ്ക്റ്റിവിറ്റിസ് കൂടുതലും കുട്ടികളാണ് കാണുക, പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളിലൊക്കെ. ഇതിൻ്റെ പ്രത്യേകത അതിനൊരു റോപ്പി ഡിസ്ചാർജ് അവർ പ്രത്യേകം പറയും. കണ്ണിൽ നിന്ന് പീള വരുന്നത് ഇലാസ്റ്റിക് പോലെ വലിഞ്ഞു വരുന്നു എന്ന്. ഞങ്ങളുടെ ഭാഷയിൽ അതിന് പറയുന്ന പേരാണ് റോപ്പി ഡിസ്ചാർജ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ കരടുവെട്ടന്മാരിങ്ങനെ തടഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കുട്ടി വീണ്ടും കണ്ണ് റബ്ബ് ചെയ്യും. ഈ റബ്ബ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, കണ്ണിൻ്റെ ദേഹത്തൊക്കെ ചൊറിയണ പോലെ തന്നെ. അങ്ങനെ ചൊറിയുമ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ മാതിരി വരുമല്ലോ, അത് വീണ്ടും ചൊറിയാൻ തോന്നും. അതുപോലെ കണ്ണിൻ്റെ ഉള്ളിൽ പോളയുടെ അടിയിലും കൃഷ്ണമണിയുടെ ചുറ്റിനുമൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ പോലെ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ വീണ്ടും കുട്ടി ഇതൊക്കെ കരടുവെട്ടന്മാർ തടയണ മാതിരി തോന്നി വീണ്ടും റബ്ബ് ചെയ്യും. അപ്പോൾ ഇതൊരു സൈക്കിളാണ്. ആ സൈക്കിളിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. അതിലേറ്റവും നല്ലത് അലർജിക്ക് ആണ് എന്ന് അറിഞ്ഞാൽ ആ സീസൺ വരുമ്പോഴേക്കും അതിനുള്ളൊരു മരുന്നൊക്കെ തുടങ്ങണം നല്ലതാണ്. ഇടയ്ക്ക് നല്ല വെള്ളം കൊണ്ട് കഴുകണം നല്ലതാണ്. അതുപോലെ പൊടികളിൽ നമ്മൾ കൂടുതൽ കുട്ടികളെ വിടാതിരിക്കും. പക്ഷേ കുട്ടികൾ കൂടുതലും നമുക്കത് തടയാൻ പറ്റില്ല. അപ്പോൾ അവർ കളിയൊക്കെ കഴിഞ്ഞ് വന്ന ഉടനെ അവർ മേല് കഴുകി, അവർ മുഖം കഴുകി, അവർ ധരിച്ചിരുന്ന ഉടുപ്പൊക്കെ മാറ്റുക എന്നുള്ളത് ഒരു നല്ല ശീലമാണ്.